ഇനി നമുക്ക് എന്താണ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്നാണ് നോക്കാനുള്ളത്. അല്ലെങ്കിൽ എന്താണ് അനൗദ്യോഗിക ആശയവിനിമയം. നമുക്കറിയാം ഫോർമൽ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് ഒഫീഷ്യൽ ചാനൽസ് ഓഫ് ഡിസ്ട്രിബ്യൂഷനിലൂടെയാണ്. എന്നാൽ ആ ഒഫീഷ്യൽ ചാനലിന് പുറത്ത് നടക്കുന്ന കമ്മ്യൂണിക്കേഷനെയാണ് നാം ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഓരോരുത്തർക്കുമുള്ള അവരുടെ ഐഡിയാസ് അല്ലെങ്കിൽ അവരുടെ തോട്ട്സ്, അവരുടെ ഫീലിങ്സ്, അത് പരസ്പരം ആളുകൾ ഒരു തടസ്സവുമില്ലാതെ കൈമാറ്റം നടത്തുന്നതിനെയാണ് നാം ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇവിടെ കൂടുതൽ സോഷ്യൽ ഇൻറ്ററാക്ഷൻസ് ആണ് ഉണ്ടാകുന്നത്. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഇവിടെ ഒരു സ്ഥാപനത്തിലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ആളുകൾ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കിനെ പറയുന്നത് ഗ്രേപ്പ് വൈൻ എന്നാണ്. അതായത് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ്റെ നെറ്റ്വർക്കിനെ നാം പറയുന്നത് ഗ്രേപ്പ് വൈൻ എന്നാണ്. കാരണം ഇവിടെ എവിടെ നിന്നാണ് വിവരങ്ങൾ വന്നതെന്നോ, ഈ ഗ്രേപ്പ് വൈൻ്റെ പ്രത്യേകത നമുക്കറിയാമല്ലോ. നമുക്ക് എവിടെ നിന്നാണ് വിവരങ്ങൾ വന്നതെന്നോ, അത് ആരാണ് തന്നതെന്നോ, അല്ലെങ്കിൽ അത് എവിടേക്കൊക്കെ ആ വിവരങ്ങൾ പാസ്സാകപ്പെടുമെന്നോ, അല്ലെങ്കിൽ എവിടേക്കൊക്കെ ആ വിവരങ്ങൾ എത്തുമോ എന്ന് നമുക്ക് വിലയിരുത്താനോ അല്ലെങ്കിൽ അത് മനസ്സിലാക്കുവാനോ സാധിക്കില്ല. അതുകൊണ്ടാണ് നാം ഇതിനെ ഗ്രേപ്പ് വൈൻ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതുവരെ നാം ഡിസ്കസ് ചെയ്തിട്ടുള്ള ഫോർമൽ കമ്മ്യൂണിക്കേഷനും അതുപോലെ തന്നെ ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷനും തമ്മിലുള്ള ബേസിക് ഡിഫറൻസ് ആണ് നോക്കാനുള്ളത്. നോക്കൂ, ആ ചാർട്ട് നോക്കുക. ദ ഫസ്റ്റ് ബേസിസ് എന്ന് പറയുന്നത് ചാനലാണ്. ഫോർമൽ കമ്മ്യൂണിക്കേഷൻ്റെ ചാനൽ എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ഒരു റിട്ടേൺ ചാനലിലൂടെ എഴുതി തയ്യാറാക്കപ്പെട്ട ഡോക്യുമെൻറ്റുകളാണ് ഇത്തരത്തിൽ ഫോർമൽ കമ്മ്യൂണിക്കേഷനിൽ പാസ് ചെയ്യപ്പെടുന്നത്. എന്നാൽ ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷനിൽ പലപ്പോഴും ഓറൽ കമ്മ്യൂണിക്കേഷനാണ് അവിടുത്തെ ഒരു ചാനലായി വർക്ക് ചെയ്യുന്നത്. അടുത്തൊരു ബേസിസ് ആണ് റിലേഷൻഷിപ്പ് എമംഗ് മെമ്പേഴ്സ്. അതായത് ഫോർമൽ കമ്മ്യൂണിക്കേഷനിൽ അവിടെ സുപ്പീരിയർ സബോർഡിനേറ്റ് റിലേഷൻഷിപ്പ് ആണ് നോക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ബേസിലാണ് അവിടെ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. എന്നാൽ ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷനിൽ അങ്ങനെയല്ല, ബേസ്ഡ് ഓൺ ദെയർ പേഴ്സണൽ കോണ്ടാക്ട്. അതായത് ആളുകൾ തമ്മിലുള്ള ഇന്റർപേഴ്സണൽ കോണ്ടാക്ട് ഉണ്ടല്ലോ, വ്യക്തിപരമായ അവരുടെ കോണ്ടാക്റ്റുകളുടെ അടിസ്ഥാനത്തിലാണ് അവിടെ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. ആൻഡ് തേർഡ് വൺ, നേച്ചർ. ഫോർമൽ കമ്മ്യൂണിക്കേഷൻ്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് അത് സിസ്റ്റമാറ്റിക് ആണ്, വളരെ ഓർഡർലി ആണ്, വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടായിരിക്കും. കാരണം സുപ്പീരിയർ സബോർഡിനേറ്റ് റിലേഷൻഷിപ്പ് ഒക്കെ വളരെ കൃത്യമായി അവിടെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. എന്നാൽ ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ നമുക്കറിയാം, ഇറ്റ്സ് അൺസിസ്റ്റമാറ്റിക്, പൂർണ്ണമായും അൺസിസ്റ്റമാറ്റിക് ആണിത്. ഇനി നമുക്ക് നോക്കേണ്ടത് സ്പീഡാണ്. എവിടെയാണ് കൂടുതൽ വേഗത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ നടക്കുന്നതെന്നാണ്. വളരെ സിമ്പിളാണ്, നമുക്കറിയാം. ഫോർമൽ കമ്മ്യൂണിക്കേഷൻ എപ്പോഴും സ്ലോ ആൻഡ് ടൈം കൺസ്യൂം ആയിരിക്കും. എന്നാൽ ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഫാസ്റ്റും അതുപോലെ തന്നെ ടൈം സേവിങ്ങുമാണ്. ആൻഡ് അനദർ വൺ, മെസ്സേജ് ആണ്. ഫോർമൽ കമ്മ്യൂണിക്കേഷൻ്റെ മെസ്സേജുകളുടെ സ്വഭാവം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഒഫീഷ്യൽ ആൻഡ് വെൽ പ്ലാൻഡ്. ഇവിടുത്തെ മെസ്സേജുകൾ എന്ന് പറയുന്നത് വളരെ ഒഫീഷ്യലാണ്, അതുപോലെ തന്നെ കൃത്യമായി പ്ലാൻഡ് ആണ്. എന്നാൽ ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ അങ്ങനെയല്ല, ഇറ്റ് ഈസ് അൺഒഫീഷ്യൽ. നമുക്ക് ഒഫീഷ്യൽ അല്ലാത്ത, ഔദ്യോഗികമല്ലാത്ത വിവരങ്ങളാണ് അവിടെ നടക്കുന്നത്. അതുപോലെ തന്നെ അവിടുത്തെ മെസ്സേജുകൾ പ്ലാൻഡ് അല്ല. എന്നാൽ ഫോർമൽ കമ്മ്യൂണിക്കേഷൻ ഇറ്റ് ഈസ് പ്യുവർലി പ്ലാൻഡ് ആണ്. നെക്സ്റ്റ്, റിലയബിലിറ്റി ആണ്, വിശ്വാസ്യത. ഫോർമൽ കമ്മ്യൂണിക്കേഷനെ സംബന്ധിച്ചിടത്തോളം വെരി റിലയബിൾ ആണ്, വളരെ വിശ്വാസയോഗ്യമായ ഒന്നാണ് അവിടുത്തെ വിവരങ്ങൾ. എന്നാൽ ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ പലപ്പോഴും അൺറിലയബിൾ ആണ്, പലപ്പോഴും വിശ്വാസയോഗ്യമല്ലാത്തവയാണ്. ആൻഡ് ഫൈനലി ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ് ആണ്. ഫോർമൽ കമ്മ്യൂണിക്കേഷൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം നമുക്കറിയാം, ടു അച്ചീവ് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ് ആണ്. നമ്മുടെ സ്ഥാപനത്തിൻ്റെ ലക്ഷ്യം നേടിയെടുക്കുക എന്നുള്ളതാണ് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ്റെ ലക്ഷ്യം. എന്നാൽ ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ടു മീറ്റ് പേഴ്സണൽ നീഡ്സ് ആൻഡ് ഇൻട്രസ്റ്റ്. ഓരോ വ്യക്തികൾക്കുമുള്ള വ്യക്തിപരമായ അവരുടെ ആവശ്യങ്ങളും താല്പര്യങ്ങളും സംരക്ഷിക്കുക എന്നുള്ളതാണ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ്റെ ഒരു ഒബ്ജക്റ്റീവ്. അപ്പോൾ ഇത്രയുമാണ് പ്രധാനമായിട്ടും ഫോർമൽ കമ്മ്യൂണിക്കേഷനും അതുപോലെ തന്നെ ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷനും തമ്മിലുള്ള ബേസിക് ഡിഫറൻസ്.